എറണാകുളം പടവൂർ SNGIST കോളേജിനെതിരായ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി നിർത്തിവെച്ചു. കോളേജ് മാനേജ്മെന്റ് ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. 1 കോടി രൂപ ആദ്യഘട്ടത്തിൽ അടയ്ക്കാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതോടെയാണ് ബാങ്ക് നടപടികൾ നിർത്തിയത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, നിലവിലൊരു താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയാം. പക്ഷേ അപ്പോഴും ഇവിടെ വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും രംഗത്തുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ബാങ്ക് അധികൃതരും കോളേജ് അധികൃതർ മാനേജ്മെന്റ് തമ്മിൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഈ കോളേജിന് പുറത്ത് കാത്തുനിൽക്കണം. പോലീസ് ഒരു തരത്തിൽ പോലും അവരെ കടത്തിവിടുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടക്കം വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. 2014 കോളേജ് 4 കോടി രൂപ സ്വകാര്യ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. ആ വായ്പ മുടങ്ങി ഏതാണ്ട് 19 കോടി രൂപ ഇപ്പോൾ തിരിച്ചടക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ മാനേജ്മെന്റ് മാറി. ഇരു മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ ഒരു പ്രശ്നത്തെ വഷളാക്കിയത്. ഇത് അടിയന്തരമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഈ വിദ്യാർത്ഥികളടക്കം ഒന്നടക്കം ആവശ്യപ്പെടുന്നത്. രക്ഷിതാക്കളും സമാനമായ ആവശ്യം തന്നെയാണ് ഉയർത്തുന്നത്. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ഇവിടുത്തെ രക്ഷിതാക്കളടക്കം ഉയർത്തുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി രക്ഷിതാക്കളടക്കം ഇവിടെയുണ്ട്. പക്ഷേ പോലീസോ അല്ലെങ്കിൽ കോളേജ് അധികൃതരോ ഈ കോളേജിനകത്ത് രക്ഷിതാക്കളെ കയറ്റിവിടുന്നൊരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ രക്ഷിതാക്കളടക്കം ഈ ഒരു ആശങ്ക പറയുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളായി ചേച്ചിയുടെ കാത്തിരിക്കുന്നു. എന്താണ് പോലീസോ അല്ലെങ്കിൽ പോലീസ് കേട്ടില്ല. ഞാൻ PTA എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇതിന്റെ പുറകെ മാസങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇപ്പൊ ഇന്ന് ഞങ്ങളിവിടെ മീറ്റിംഗിന് വരാനിരുന്ന, പക്ഷെ രാവിലെ തൊട്ട് PTA എക്സിക്യൂട്ടീവ് മെമ്പറാണെന്ന് പറഞ്ഞിട്ട് പോലും അവര് നമ്മളകത്തേക്ക് കേട്ടണില്ല. പോലീസ് സൗമ്യമായിട്ട് പറഞ്ഞു നോക്കി, എനിക്ക് നട്ടലിന് കംപ്ലൈന്റ് ഉള്ളത്, നടുവേദന, കാൽ, അതെല്ലാം പറഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ എത്രയോ മണിക്കൂറായി നമ്മളിവിടെ നിൽക്കണം. വിജയമരത്തിൽ PTA ഭാരവാഹികളെ പോലും അകത്തേക്ക് കടത്തിവിടാതെ ഇപ്പോൾ മീറ്റിംഗ് തുടരുകയാണ്. എന്താണ് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച ഒരു തീരുമാനം എന്നതാണ് ഇവർക്ക് അറിയേണ്ടത്. നമുക്കറിയാം, താൽക്കാലികമായി ഇപ്പോൾ ജനുവരി 20-നകം 1 കോടി രൂപ അടക്കണമെന്നൊരു നിബന്ധനയാണ് ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി തന്നെ ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ ജനുവരി 20 സ്വാഭാവികമായി 1.5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ ഇവരുടെ വിദ്യാർത്ഥികളെ ഏത് നിലയിൽ തുടർ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യത്തിൽ കോളേജ് അധികൃതർ തീരുമാനം സ്വീകരിക്കുമെന്നതെല്ലാം തന്നെ ഇവർക്ക് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായി ഇവർ വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് 3ാം തവണയാണ് ബാങ്ക് അധികൃതർ ജപ്തിയുമായി ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ജപ്തി ഭീഷണി നിൽക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അവരുടെ ഭാവി സംബന്ധിച്ച് വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് പ്രധാനപ്പെട്ടത്. ജപ്തി ഭീഷണി നിലനിൽക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളുടെ ആശങ്ക, അതാണ് അവിടെ ചർച്ചയാകുന്നതാണ്. ഇപ്പോൾ നിതിൻ സംസാരിച്ചപ്പോൾ രക്ഷിതാക്കളും സൂചിപ്പിച്ചത് അക്കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാൻ മാനേജ്മെന്റിനോ പോലീസിനോ കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ്.